ജനുവരി 8 മുതൽ 13 വരെ നടക്കുന്ന സിനഡ് സമ്മേളനത്തിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുമെന്ന് സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ അറിയിച്ചു. 2023 ഡിസംബർ 7 കൂടിയ പെർമനന്റ് സിനഡിന്റെ തീരുമാനപ്രകാരമാണ് നടപടികളെന്ന് സഭയിലെ എല്ലാ മെത്രാപ്പൊലീത്തമാർക്കും മെത്രാൻമാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കുമായി പുറപ്പെടുവിക്കുന്ന സർക്കുലറിൽ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ അറിയിച്ചു. നാളെ ഞായറാഴ്ച സീറോ മലബാർ സഭയിലെ എല്ലാ ഇടവകകളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാരികളിലും വിശുദ്ധ കുർബാന മധ്യേ വായിക്കാനായി നൽകിയിരിക്കുന്ന സർക്കുലറിലാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് നടപടികളെക്കുറിച്ച് അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ അറിയിച്ചിരിക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് ശുശ്രൂഷാ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുപിതാവ് മാറിയ വിവരവും തൽസ്ഥാനത്ത് മെൽബൺ രൂപതയുടെ മുൻ അധ്യക്ഷന്മാർ ബോസ്കോ പുത്തൂർ പിതാവ് നിയമിക്കപ്പെട്ട വിവരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കുലറിൽ വിശദീകരിച്ചിട്ടുണ്ട്. പുതിയ സഭാതലവനെ തെരഞ്ഞെടുക്കുന്നതിന് മേജർ ആർച്ച് ബിഷപ്പ് വിരമിച്ച ദിവസം മുതൽ 2 മാസത്തിനകം മെത്രാൻ സിനഡ് വിളിച്ചുകൂട്ടണമെന്ന സഭയുടെ കാനൻ നിയമം ഈ സാഹചര്യത്തിൽ ബാധകമാണെന്ന് സർക്കുലറിൽ പറയുന്നു. സീറോ മലബാർ മെത്രാൻമാരുടെ 32ാം സിനഡിന്റെ 1ാം സമ്മേളനം 2024 ജനുവരിയിൽ നടത്തുന്നതിനുവേണ്ടി നിയമപ്രകാരമുള്ള ഔദ്യോഗിക കൽപ്പന കഴിഞ്ഞ ഒക്ടോബർ 8 നൽകപ്പെട്ടിട്ടുള്ളതാണ്. 2023 ഡിസംബർ 7 വൈകുന്നേരം കൂടിയ പെർമനന്റ് സിനഡിന്റെ തീരുമാനപ്രകാരം ജനുവരി 8 മുതൽ 13 വരെ നടക്കുന്ന സിനഡ് സമ്മേളനത്തിൽ തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നതാണ്. സിനഡ് തെരഞ്ഞെടുക്കുന്ന പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് പരിശുദ്ധ മാർപ്പാപ്പയുടെ സ്ഥിരീകരണം ലഭിച്ചാലുടൻ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും തുടർന്ന് സ്ഥാനാരോഹണവും നടക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ സീറോ മലബാർ സഭയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ ഈ ശുശ്രൂഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും സർക്കുലറിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡിസംബർ 10 ഞായർ മുതൽ 2024 ജനുവരി 13 വരെ നമ്മുടെ എല്ലാ ദൈവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും കുടുംബങ്ങളിൽ സഹായന പ്രാർത്ഥനയ്ക്ക് ശേഷവും ചൊല്ലുന്നതിനുള്ള പ്രാർത്ഥനയും സർക്കുലറിനൊപ്പം നൽകിയിട്ടുണ്ട്. ഹൈറാർക്കി സ്ഥാപനത്തിന്റെ ശതാബ്ദി വർഷ സമാപനത്തിന്റെ ഭാഗമായി ഡിസംബർ 21 വ്യാഴാഴ്ച സഭയിലെ എല്ലാ കത്തീഡ്രൽ ദേവാലയങ്ങളിലും രൂപതാധ്യക്ഷന്മാരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നും സർക്കുലറിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും പ്രത്യേക വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണെന്നും സർക്കുലറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഷെഗര ന്യൂസ്, കൊച്ചി.